കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇന്റഗ്രേറ്റഡ് CBSE സ്കൂളായ എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ നടത്തിയ എഡിനോവ 26 പ്രോഗ്രാമിന്റെ നിറഞ്ഞ സദസ്സിനെ കയ്യിലെടുത്ത് പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും ഇൻഫ്ലുവൻസറുമായ അഭിഷാദ് ഗുരുവായൂർ. ആലൂർ MKM ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വേറൊരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ. മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിലേക്ക് പുതുവഴി തുറന്നിടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അഭിഷാദ് ഗുരുവായൂർ. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ആളുകളെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. തന്റെ ജീവിതത്തിന്റെ നട്ടെല്ല് കുടുംബമാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന അഭിഷാദ് മുന്നിലിരിക്കുന്നവരോടും കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് അധികവും പറയാറുള്ളത്. പല വിഭാഗക്കാർക്കും അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുമുണ്ട്. 15 വർഷത്തോളമായി മേഖലയിൽ സജീവമായ അഭിഷാദ് 3400-ലധികം പ്രോഗ്രാമുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. 10,000 കുട്ടികളെ ഒരുമിച്ചിരുത്തി ക്ലാസ് നൽകിയ റെക്കോർഡ് സ്വന്തമാക്കിയ മോട്ടിവേഷൻ സ്പീക്കറാണ് അഭിഷാദ്. തന്റെ മുന്നിലിരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, അവരിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം. ക്ലാസുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന അഭിഷാദിന് 30 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. 25 കോടിയിലധികം വ്യൂസുമുണ്ട്. എന്നാൽ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ വരുമാനം എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ MD EV അബ്ദുറഹിമാൻ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു. വചനം കൊണ്ട് അമ്മാനമാണ്, വചനം കൊണ്ട് സ്വാന്തനമാവാം, വചനം കൊണ്ട് സന്തോഷമാവാം, വചനം കൊണ്ട് ജീവിതത്തെ ഷേപ്പ് ചെയ്യാൻ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പയർ ടോക്കിൻ്റെ സ്നേഹിതനുമായ പ്രിയപ്പെട്ട അഭിഷാദ് സാറിന് ഈ വേദിയിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥി ലയന ജംഷീറിന്റെ യോഗ അഭ്യാസവും വേദിയിൽ അരങ്ങേറി. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സെഷനിൽ അഭിഷാദ് ഗുരുവായൂരുമായി സംവദിക്കാനും രക്ഷിതാക്കൾക്ക് അവസരമുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 1000-ലധികം സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയി. പക്ഷെ എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പോർട്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂൾ. അത് പറയാൻ എന്നോട് പറഞ്ഞിരുന്നു, ഇദ്ദേഹം കുട്ടികളുടെ വയറൊക്കെ കൂടി വരികയാണ്, അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഞാൻ എന്റെ വയർ അവിടുന്ന് കാണിച്ചു തരാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു, കോളേജിൽ പോയിട്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കുട്ടികളെ വലുതായി ചിന്തിക്കണം, വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരു പെൺകുട്ടി ഇവിടെ തന്നെ നോക്ക. ഞാൻ ചോദിച്ചു, നീ എവിടെ നോക്കണം? ഇത് വലുതാണല്ലോ. അങ്ങനെ അവ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റു. ഇനി കെട്ടിപ്പിടിച്ച ആയത്ത് പൊക്ക് പൊക്ക് പൊക്കെ പൊക്കണം. സ്റ്റേജിലൊന്ന് കുട്ടിപ്പിക്കും. തൊട്ടടുത്തുള്ള ആളെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. ഒരു പരിചയമില്ല, പലരെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ പൊക്കി സാറ് അത് വൈഫാണ്. അത് മനസ്സിലായി, കെട്ടിപ്പിടിച്ചില്ല. അത് അദ്ദേഹം തൊട്ടടുത്തുള്ള ആളെ നോക്കിയിട്ട് ഇത് എത്ര കാലായി. ഞാൻ നോക്കുമ്പോ അപ്പുറത്തേക്ക് മഞ്ഞിച്ചില്ല, പൊന്തുന്നു. അങ്ങനെയൊക്കെ ഈ പുരുഷന്മാര് സ്ത്രീകൾ. പിന്നെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട്, ഞങ്ങൾ തരാട്ടോ. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ് ശരിയാട്ടോ, പറഞ്ഞ ശരിയാണ്. സ്കൂളിന്റെ മുഴുവൻ സ്കൂൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഓഡിറ്റോറിയം ഇങ്ങനെ നടന്നെങ്കിൽ ഈ സ്കൂളിന്റെ പുറകിലുള്ള ആശയം ഗംഭീരമാണ്. കേരളത്തിലെ ചരിത്രം സൃഷ്ടിക്കാൻ പോവാണ്.